കോൺഗ്രസിന്റെ ലീഡറായിട്ടുള്ള വേണുഗോപാൽ തന്നെ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ വഴിതെറ്റിക്കുന്നു, ഈ കോൺഗ്രസുകാരെ തന്നെ ഒന്നടങ്കം BJP-യിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താ? അല്ല, BJP-യിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, തന്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ, വീടിനകത്ത് 2 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. 2 മക്കളില് അച്ഛനും അമ്മയും ആ 2 മക്കളിൽ ഒരാളോട് മാത്രം വിവേചനം കാണിക്കുക, ഒരാൾക്ക് എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുക. അപ്പൊ 2 പേരും വിവാഹം കഴിച്ചു വന്നിരിക്കട്ടെ. അപ്പൊ ഒരാൾ എന്ത് വിചാരിക്കും? അച്ഛനോടും അമ്മയോടും വഴക്കിന് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവര് പകരം ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നത് ഒരവസ്ഥയുണ്ട്. അത് വ്യക്തി ജീവിതത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സംഭവിച്ചെന്താണ്? ഇത് പഴയ അമ്മായിമ്മ പോരിനേക്കാളും പറയും ചില ആളുകൾ, അതായത് പഴയ തലമുറയിലെ ആളുകൾ പറയും. ഇത് വേണുഗോപാലിന് നമ്മുടെ MT വാസുദേവൻ നായരുടെ ഒരു നോവലിൽ ഒരു കഥാപാത്രമുണ്ട്, സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വേണുഗോപാല് മാത്രം, പിന്നെ രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിയെ തെറ്റായ രീതിയിൽ അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് തന്നെ ജയിച്ചു പോയിട്ടുള്ള വയലാർ രവിയെ പോലെയുള്ളവരും ആന്റണി സാറിനെ പോലെയുള്ള ആളുകളും ഒക്കെ, ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ളവര് ഒരു തവണ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതിനേക്കാളും കൂടുതൽ കാലം പ്രവർത്തിച്ചതല്ലേ. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കുടുംബപരമായ കാര്യമാണ്. അതിലുപരിയായിട്ട് ഞാൻ പറയുന്നത്, അഴിമതിക്കാരനായിട്ടുള്ള വേണുഗോപാലിനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഇത്തവണ ബഹിഷ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പൊതുസമൂഹവുമായി സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നാളായിട്ട് BJP പോലും ഈ ഭരണത്തിൽ തുടർച്ചയായി 2 തവണ അധികാരത്തിലിരുന്നിട്ട് പോലും കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ ഒരു നേതാവെന്ന് വിശേഷിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു നടപടി പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം മറുപക്ഷത്തിൽ നിന്നുണ്ടായാൽ താങ്കൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? അത് തീർത്തും, അങ്ങനെ ഒരു ആക്ഷേപം തീർത്തും തെറ്റാണ്. കാരണം 3.5 കൊല്ലമായിട്ട് വളരെ മൗനമായി ഒരു മാധ്യമ പ്രവർത്തകരും അറിയാതെ തൃശ്ശൂരിലെ കരുവന്നൂരിലെ സാരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഡൽഹിയിൽ എത്രയോ തവണ വണ്ടി കയറി ഇറങ്ങി, ദേശീയ ഏജൻസിയുമായിട്ട് സംവദിച്ചു. ഈ അടുത്ത ദിവസമാണല്ലോ കരുവന്നൂർ കേസ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ മുന്നിൽ വന്നത്. ഇതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ആലപ്പുഴയിലെ പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ച ഒരാളല്ല. അതായത് പാർട്ടി തീരുമാനിച്ചു, ഞാൻ ഇവിടെ മത്സരരംഗത്ത് വന്നു. എന്നാൽ ഇവിടുത്തെ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, KC വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും, KC വേണുഗോപാലിന് രാജസ്ഥാനിലെ ശിശ്രാമോലയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഞാൻ എത്ര വർഷമായിട്ട് പണി നടക്കുന്നു എന്നുള്ളത്, നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ദേശീയ ഏജൻസിക്കല്ലേ അറിയൂ. അപ്പോ അവരുടെ മുന്നിൽ കൊടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അത് പുറത്തു വരാൻ പോകുന്നതേയുള്ളൂ. അത് വരുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കൾ പറയും, ഇത്ര ആയിരക്കണക്കിന് കോടി രൂപ ഈ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരും. അതെനിക്ക് രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കരിമണൽ, ഈ കരിമണൽ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാവ് സമരരംഗത്ത് വന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കുടുംബം സന്ദർശിച്ചോ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ജീവൻ അപായം ഉണ്ടായത്? ആരോടെങ്കിലും പറഞ്ഞോ? ഒരു പോലീസ് അന്വേഷണം വന്നോ? ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളുമായി ഒരു വലിയ ലിങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ മകളുടെ പേരുണ്ട്, പിണറായി വിജയൻ സമ്മതിക്കാതെ മകൾ എന്തായാലും അഴിമതി നടത്തില്ലല്ലോ. മകനും മകന്റെ അമ്മായി അച്ഛനും ഉണ്ട്. ഇവിടെ ഈ കർത്ത സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതേ കരിമണൽ, ഈ കരിമണലിനേക്കാൾ ഒരു 100 മടങ്ങ് ക്വാളിറ്റി ഉള്ളതാണ് നമ്മുടെ ആലപ്പുഴയിലെ കരിമണൽ. ഈ കരിമണലിനെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നതിന്റെ പിന്നാമ്പുറത്ത് ദുബായിലെ കൂട്ടുകച്ചവടത്തിനകത്ത് കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ മകളുമുണ്ട് എന്ന് അത് അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഈ എക്സാലോജിക് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്യുന്ന പല പണികളുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അതിനൊരു അറ്റം വരുന്നത് വരെ ഞാൻ അത് ഉപയോഗപ്പെടുത്താറില്ല.